സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ KJ യേശുദാസ് ദീർഘകാലത്തെ അമേരിക്കൻ വാസത്തിനു ശേഷം ഒരു പരിപാടി അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരികയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം പോസ്റ്റിൻ്റെ രൂപത്തിൽ കുറേ കാണുകയുണ്ടായി. അപ്പോൾ ഡോക്ടർ KJ യേശുദാസ് എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. മലയാളത്തിൻ്റെ മികച്ചൊരു ഗായകനാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ധാരാളം അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടും ആശംസകൾ ചൊരിഞ്ഞുകൊണ്ടും ധാരാളം കമൻറ്റുകൾ കാണാം. സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പണ്ട് പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ നമ്മളൊരു വാർത്ത കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പബ്ലിക്കിൻ്റെ, സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദി കിട്ടാറില്ല. അവർ കാതോട് കാത് അല്ലെങ്കിൽ ചായക്കടകളുടെ ഉള്ളിലും ബാർബർ ഷാപ്പിൻ്റെ ഉള്ളിലും ആ കമൻറ്റുകൾ തമ്മിൽ പറഞ്ഞ് തീർക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആവിർഭവിച്ചതിന് ശേഷം അവരുടെ കമൻറ്റുകൾ ഈ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ പലർക്കും കേൾക്കാനൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ കമൻറ്റിൽ അദ്ദേഹം യേശുദാസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പുതിയ ഗായകർക്ക് അവസരം ലഭിക്കുന്നതിലൊരു തടസ്സമായി നിന്നു. പിന്നെ സ്വന്തം നാടിനെ അത്രത്തോളം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി തുടങ്ങിയ ചില കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാനിടയായി. മുമ്പും ഈ കമൻറ്റുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ തീർത്തും വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ കമൻ്റ് ആവാം. അതിന് പൊതു സ്വഭാവം ചിലപ്പോൾ കാണില്ലായിരിക്കുക. എങ്കിൽ പോലും ഏത് മഹാ വ്യക്തിത്വങ്ങളെയും സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി ആ വിമർശനം പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ നീരസം പ്രകടിപ്പിക്കാനുള്ളൊരു വേദി തുറന്ന് കിട്ടുകയുണ്ടായി. യേശുദാസ് ഒരു മികച്ച ഗായകനാണ്. പണ്ടേ ഒരു പ്രഗത്ഭ സംഗീത സംവിധായകനോട് ആരോ ചോദിച്ചതോർക്കുന്നു, KP ബ്രഹ്മാനന്ദൻ മികച്ചൊരു ഗായകനല്ലേ? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് നല്ല നല്ല പാട്ടുകൾ നിങ്ങൾ കൊടുക്കാത്തത്? എല്ലാ പാട്ടുകളും യേശുദാസിന് മാത്രം നൽകുന്നു. അപ്പോൾ ഒരു ദീർഘാലോചനയ്ക്ക് ശേഷം ആ സംഗീത സംവിധായകൻ്റെ മറുപടി ഇതാണ്. യേശുദാസിന് ഇപ്പോൾ ഉച്ചസ്ഥായിയിലുള്ള പാട്ടായാലും വളരെ താഴ്ന്ന ആ ഒരു സ്ഥായിയിലുള്ള പാട്ടായാലും അദ്ദേഹം അത് പാടി വിജയിപ്പിക്കും. ബ്രഹ്മാനന്ദനെ സംബന്ധിച്ച് വലിയ ഹൈ പിച്ചിലുള്ള പാട്ടുകൾ പാടുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെക്കൻ കാറ്റിലെ പ്രിയമുള്ളവളെ, അല്ലെങ്കിൽ താരകരൂപിണി നീയെന്നും എന്നോട്, ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, ഇതുപോലുള്ള KP ബ്രഹ്മാനന്ദൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നമുക്കൊക്കെ മനസ്സിലാകും. അതായത് അതൊക്കെ ഒരു താഴ്ന്ന സ്ഥായിയിലുള്ള ഹൈ പിച്ച് പാടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ട സംഗീത സംവിധായകനാണ് MS വിശ്വനാഥൻ. നല്ലൊരു മ്യൂസിഷ്യനാണ്. പകരം വയ്ക്കാനില്ലാത്തൊരു വ്യക്തിത്വത്തിനും സംഗീത ജ്ഞാനത്തിനും ഉടമയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ ചില സിനിമയ്ക്ക് വേണ്ടി സ്വന്തമായി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ്. ഇപ്പോൾ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച, അല്ലെങ്കിൽ ഹൃദയവാഹിനി ഒഴുകുന്നു നീ. അപ്പോൾ അദ്ദേഹം ആലപിച്ചിട്ടുള്ള തമിഴിലും
മലയാളത്തിലുമൊക്കെ ആലപിച്ചിട്ടുള്ള പാട്ടുകൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാം ഉച്ചസ്ഥായിയിലുള്ളതാണ്, ഹൈ പിച്ചിലുള്ളതാണ്. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനയെ. ഇപ്പോൾ ശ്രീ കെ പി ബ്രഹ്മാനന്ദൻ്റെ ആ പ്രിയമുള്ളവളെ ശ്രീ MSVക്ക് ആ ഒരു താഴ്ന്ന ആ ഒരു സ്ഥായിയിൽ പാടി ഫലിപ്പിക്കാനാവുമോ എന്ന സംശയമുണ്ട്, അറിയില്ല. പക്ഷേ ശ്രീ MSV ഒരു പകരം വയ്ക്കാനില്ലാത്തൊരു വലിയ മ്യൂസിഷ്യനാണ്. രാഷ്ട്രം അംഗീകരിച്ചൊരു മ്യൂസിഷ്യനാണ്. അപ്പം അതുപോലെ എല്ലാ ഗായകർക്കും ആ കഴിവും പരിമിതികളുമൊക്കെ ഉണ്ട്. ശ്രീ യേശുദാസും ഒരു മികച്ച ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൽ നാം അഭിമാനിക്കുന്നു. പക്ഷേ ആ സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് ബോക്സിൽ ഒരു വ്യക്തിയുടെ പരാമർശം കണ്ടു. പണ്ടാരോ ഒരു താല്പര്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനൊരു സെൽഫി ശ്രീദാസുമായി ചേർന്നെടുക്കാൻ വരുന്നു. അദ്ദേഹം മൊബൈൽ ദേഷ്യത്തിൽ പിടിച്ചു വാങ്ങുന്നു, അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നവനെ വിട്ട് തന്നെ, എന്നിട്ട് അത് പരിശോധിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ശ്രീദാസിൻ്റെ പ്രവൃത്തികൾ വലിയൊരു വിഭാഗം സാധാരണക്കാരുടെ ഇടയിൽ നീരസം ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ യേശുദാസിൻ്റെ വരവ് ഒരു വിഭാഗം ആഘോഷിക്കുന്നു, ഒരു വിഭാഗം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നേരിയ നീരസം പ്രകടിപ്പിക്കുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ.